യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ വെറുതെ കളയാറില്ല. സർവീസിൽ നിന്നും പുറത്തുപോയ ഞങ്ങളെയൊക്കെ ഇനി ജോലിയിലിരിക്കുന്നവർ എത്ര കാലം ഓർക്കും? അതുകൊണ്ട് റിട്ടയർ ചെയ്ത ഞാനും സീതയും റിട്ടയർ ചെയ്യാത്ത ഷൈബിയയും ഷീലയും ഒപ്പം ഒരു യാത്ര പുറപ്പെട്ടു. ചേർത്തലയ്ക്ക് പോകാൻ എളുപ്പം അരൂർ വഴിയാണെങ്കിലും അവിടെ സ്കൈവേ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ വൈക്കം വഴിയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷൈബിയയും ഷീലയും കൂടെ കിട്ടുകയും ചെയ്തത്. വൈക്കം വഴി എന്ന് പറയുമ്പോൾ വൈക്കത്തുള്ള വെച്ചൂരിനെയും തണ്ണീർമുക്കത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ഈ ചോദ്യമാണ് ഞാൻ ഇന്ന് കാലത്ത് അപ്ലോഡ് ചെയ്തിരുന്ന ഷോർട്ടിൽ നിങ്ങളോട് ചോദിച്ചത്. ഇത് ഏതാണ് ഈ പാലം? പാലമെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണ് ബണ്ട് എന്ന് ചോദിച്ചത്. എല്ലാവർക്കും അറിയാമെന്നറിയാം. ആ ഷോർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. വേമ്പനാട്ട് കായലിന് കുറുകെ കോട്ടയം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെഗുലേറ്റർ കം ഓവർ ബ്രിഡ്ജാണ് ഈ തണ്ണീർമുക്കം ബണ്ട്. ഏകദേശം 1400 മീറ്റർ നീളം വരുന്ന ഈ ബണ്ട് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടനാടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിസ്ഥലങ്ങളിൽ ഓരുവെള്ളം കയറുന്നത് തടയുന്നതിനായി 17 വർഷം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ഇങ്ങനെ ചരിത്രമൊക്കെ പറഞ്ഞിരുന്നാൽ മതിയോ? അങ്ങോട്ട് പോയപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി ആ വ്യൂ പോയിന്റിൽ നിന്നും ഒരു കാഴ്ചകളെല്ലാം കണ്ട് 2 ഫോട്ടോയും എടുക്കണമെന്ന്. ഞങ്ങൾ 2 മാസം മുമ്പ് കുമരകത്ത് നിന്നും ഒരു ഹൗസ് ബോട്ട് യാത്ര നടത്തിയിരുന്നു. അന്നും ബോട്ട് ഈ തണ്ണീർമുക്കം ഭാഗത്ത് അടുപ്പിക്കുകയും ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ വാങ്ങി കഴിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തി. സന്തോഷും ഭാര്യയും മോനും ഒക്കെ ചേർന്ന് ഫോട്ടോയും എടുത്തു. എനിക്കൊരു കടം വീട്ടാനുണ്ടായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റിന് സന്തോഷം ഒന്ന് പാടിയതാണേ. എന്നാൽ സന്തോഷം നിർബന്ധിച്ചാൽ എനിക്ക് പാടാതിരിക്കാനും പറ്റില്ല. നിർബന്ധിക്കണം, എന്നാലേ പാടൂ. ഇനി ഈ ബഹളത്തിനിടയിൽ ഒരു പാട്ടായാലോ? നമ്മളിങ്ങനെ ഒത്തുകൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പഴയ സുഹൃത്തുക്കളെ കാണാനെന്ന പേരിൽ എല്ലാവരും കൂടെ ചേർന്ന് മൃഷ്ടാനം ഭോജനം അടിക്കുക. അങ്ങനെ ഒരു ഉദ്ദേശമില്ലെന്ന് പറയുന്നത് നുണയാവില്ലേ? അങ്ങനെ മാക്സിമം കലപില ബഹളമൊക്കെ വെച്ച് എല്ലാ സുഹൃത്തുക്കളെയും ഒക്കെ കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരികെ പുറപ്പെട്ടു. അങ്ങോട്ട് പോയപ്പോൾ ഒരു ആഗ്രഹം മിച്ചം വെച്ചിട്ടാണല്ലോ പോയത്. ആഗ്രഹങ്ങളെല്ലാം സമയാസമയങ്ങളിൽ പൂർത്തീകരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എന്തായാലും അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി കുറച്ച് കുളിർ കാറ്റൊക്കെ ആസ്വദിച്ച്, കുളിറാണോ ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ആ കാറ്റെല്ലാം ആസ്വദിച്ച് ആ വ്യൂ എല്ലാം കണ്ട് തിരികെ പോന്നു. ഇനി കുറച്ചുകൂടെ ചരിത്രമാകാം. ഈ ബണ്ടിൻ്റെ ഷട്ടറുകൾ ഡിസംബർ മാസത്തിൽ താഴ്ത്തുകയും വേനൽക്കാലത്ത് ഉയർത്തുകയും ചെയ്യുന്നത് വഴി ഓരുവെള്ളം കയറുന്നത് തടയാൻ സാധിച്ചു. അങ്ങനെ കുട്ടനാട്ടിലെ കൃഷി ഇരുപ്പൂവായിരുന്നത് ഇപ്പോൾ വർഷത്തിൽ 3 പ്രാവശ്യം കൃഷി ചെയ്യുന്നുണ്ടത്രേ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ തണ്ണീർമുക്കം ബണ്ട്? ആളൊരു കേമൻ തന്നെയല്ലേ? കൃഷിയെ സംരക്ഷിക്കാൻ ബണ്ട് പ്രധാന പങ്ക് വഹിക്കുന്നില്ലേ?